എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അല്ലേ, സവാളയും വെളുത്തുള്ളിയും ഒക്കെ. അപ്പോൾ നമ്മുടെ അതിൻ്റെ തൊലിയൊന്നും ഒരു തൊലി പോലും നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. അത് ആ തൊലികളൊക്കെ സൂക്ഷിച്ച് ഞാനതിൽ നിന്ന് എല്ലാം ഇങ്ങനെ പെറുക്കിയെടുക്കും. പച്ചക്കറിയുടെ കൂടെയാണ് അരിഞ്ഞിടുന്നതെങ്കിൽ അതിങ്ങനെ എടുത്ത് എല്ലാം ഒരു ഇതിനകത്ത് കവറിനകത്ത് വയ്ക്കും. ഒരു 2 ദിവസം കൂടുമ്പം നമ്മൾ ആ വെളുത്തുള്ളിയുടെയും സവാളയുടെയൊക്കെ ഇതെടുത്ത് ഞാനൊരു പാത്രത്തിലിട്ട് വയ്ക്കും, വെള്ളം ഒഴിച്ച് വയ്ക്കും. എപ്പോഴും ഇത് സ്ഥിരമുണ്ടാവും. ഒരു ദിവസവും ഒഴിയാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. 2 ദിവസം കൂടുമ്പം വയ്ക്കും, അത് ഉപയോഗിക്കും. അടുത്ത് പിന്നെയും വയ്ക്കും. പിന്നെ പച്ചക്കറി അരിയുന്നതൊക്കെ ചിലപ്പോൾ കഴുകി ഇച്ചിരി ഉപ്പ് കൂടെ ഇട്ട് 2 മിനിറ്റ് വെള്ളത്തിൽ ഇട്ടിരുന്നിട്ട് കോഴിക്ക്, നമ്മുടെ കോഴി കുഞ്ഞുങ്ങൾക്ക് വെച്ച് കൊടുക്കും. അവർക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ കഴിക്കാനൊക്കെ, അങ്ങനെ അതിന് വെച്ച് കൊടുക്കും. അതല്ലെങ്കിൽ നമ്മുടെ ഒരു ഇതുണ്ടല്ലോ, സ്ലറി വരുന്ന ഒരു ബക്കറ്റുണ്ട്. അപ്പോൾ അതിനകത്ത് സ്ലറി വരും. അതിനകത്ത് നമ്മുടെ പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ടാൽ. അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനവും കളയണ്ട. പഴത്തൊലി പോലും ആര് പഴം കഴിച്ചിട്ട് കൊണ്ടുവന്നാലും ഞാൻ പറയും തൊലി ഇങ്ങ് തരും എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങി വെച്ചിട്ട് അതിനെ ചിലപ്പോൾ ചെറുതാരിഞ്ഞ് കോഴിക്ക് കൂടെ ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ നമ്മുടെ സ്ലറിയിൽ കൂടെ ഇടും. അതുകൊണ്ട് ഒരു സാധനവും നമുക്ക് വേസ്റ്റാക്കി കളയേ വേണ്ട. ഇപ്പോൾ പിന്നെ ഇവിടെ ആഹാര സാധനങ്ങളായാലും കോഴി ഉള്ളത് കാരണം നമുക്കതൊന്നും വേസ്റ്റാക്കണ്ട. അതൊരു നല്ല കാര്യം തന്നെയാണ് എന്തായാലും. ഇപ്പോൾ നമ്മുടെ ഇതിട്ട് നമ്മുടെ വെള്ളം ഒഴിച്ച് ഒരു 2-3 ദിവസം നമുക്ക് വച്ചേക്കാം. അല്ലെങ്കിൽ ഒരു കുപ്പിക്കകത്ത് ഇട്ട് വെച്ചിരുന്നാലും മതി. എന്നിട്ട് ഒന്ന് അടച്ച് നമുക്കൊരു 2-3 ദിവസം വെച്ചേക്കുമ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് എന്നിട്ട് നമ്മുടെ അതിൻ്റെ തെളി ഊറ്റിയെടുത്ത് നമുക്ക് ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. നല്ല വളമാണത്. അതുപോലെ ഇത് കണ്ടോ, നമ്മുടെ പാത്രം, മാവൊക്കെ ഇരിക്കുന്ന പാത്രം, രാവിലെ ദോശയ്ക്ക് ഉണ്ടാക്കാനും ഇഡ്ഡലി ഉണ്ടാക്കാനും ഒക്കെ എടുത്തിട്ട് മാവുണ്ടാക്കുന്ന പാത്രത്തിൽ നമുക്ക് എന്തായാലും അതിനകത്ത് കുറച്ച് ഇതുണ്ടാവും, മാവ് അടിയിലുണ്ടാവും. അപ്പോൾ അതും ഞാനൊന്നും കളയാറില്ല. മാവ് ഇങ്ങനെ ഉണ്ടാക്കുന്ന പാത്രത്തിലുള്ളത്, അതുപോലെ നമ്മുടെ പാലൊക്കെ എടുക്കുന്ന ആ പാത്രം കഴുകി ഒഴിച്ച് അതെല്ലാം ഞാനൊരു പാത്രത്തിൽ ഇതെല്ലാം കഴുകി ഒഴിച്ച് വെച്ചിരിക്കും. ഇതിനകത്തിപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് സവാളയുടെ ചെറിയ തൊലിയും കൂടെ അതിനകത്ത് പോയി തോന്നും. ഇതെല്ലാം കൂടെ നമ്മുടെ കഴുകിയെടുത്ത് വെച്ചിരിക്കും. ഇത് ഒരു തുള്ളി നമുക്ക് പുറത്ത് കളയണ്ട. ഇത് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ ഏറ്റവും നല്ലതാണ്. ഇതൊക്കെ നമ്മുടെ ചെടികൾക്ക് ഇതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്ത ദിവസം എടുക്കുമ്പോൾ അതുകൊണ്ടൊന്ന് വേറെ ചെടിയൊക്കെ ഒഴിച്ചു കൊടുക്കും. അങ്ങനെ നമുക്കെല്ലാവർക്കും കുറേശ്ശായിട്ട് ഓരോ ദിവസം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അതുകൊണ്ട് ആരും ഒന്നും കളയരുത്. എല്ലാം ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന മാവ്, പിന്നെ ബാക്കി വരുന്ന പാലിൻ്റെത് എല്ലാം നമ്മുടെ അടുത്ത് നമ്മുടെ ചെടിയൊക്കെ കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അവർ സന്തോഷമായിട്ട് അതൊക്കെ കുടിക്കട്ടെ.